ബാംഗ്ലൂരിൽ നിന്ന് വന്ന് 10 മണി വരെ കിടന്നുറങ്ങാൻ വിചാരിച്ചപ്പോഴേ വാപ്പാടെ 10 മിസ് കോളി പുതിയ പേരേക്ക് വാടാ പണിയുണ്ട് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ബൈക്കിൽ കട്ടാക്കി അങ്ങോട്ട് പോയി. അവിടെ കണ്ടിട്ട് അവിടെ ചുമ്മാ ഇരിക്കുമ്പോഴാണ് വാപ്പാടെ കഷ്ടപ്പെട്ട് ടാങ്ക് എഴുതി കണ്ടത്. വാപ്പാടെ നോട്ടം കണ്ട മനസ്സിലായി എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ ഞാൻ ചകരി എടുത്ത് അങ്ങോട്ട് കിട്ടും ഒരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മ ടാപ്പറ്റ് വരുന്നത്. പുതിയ ടാങ്ക് മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല ടേസ്റ്റ്, അത് പഴയതിൻ്റെ ഓർമ്മയ്ക്ക് മാത്രമാണ് അത് ടാപ്പൊട്ടിയിരിക്കുന്നത്. അങ്ങനെ വാപ്പാനി ഉമ്മാനി സോപ്പിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് സ്കൂട്ടായി. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ദാഹം. അപ്പോൾ അവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട്, അവിടെ പോയി സർവത്ത് കുടിക്കാമെന്നൊരാഗ്രഹം. അപ്പോൾ അവിടെ ഒരു സർവത്ത് ഒരു എടുത്തേക്ക് നന്നായി ഇങ്ങനെ ഒഴിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു പാൽക്കേക്ക് തിന്നു. അത് കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളം അങ്ങനെ സ്പൂട്ടിങ്ങനെ ഇലക്കി കാക്ക എനിക്ക് തന്നു. അതുകൊണ്ട് കുടിച്ചപ്പോൾ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലായിരുന്നു. വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. നല്ല ചൂടും പണിയെടുത്ത് വരുമ്പോൾ അങ്ങനെ ഒന്നും നോക്കില്ല. പോണവർക്ക് നല്ലൊരു കുളമുണ്ട്, അവിടെ പോയി വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്കിലാണ് 2 ബോർത്ത് വള്ളങ്ങൾ നിറഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ മനോഹരമായ കാഴ്ചകൾ. അവിടെ 2 ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടായത്. മീൻ കിട്ടിയോ എന്തോ ആവോ. എങ്ങനെ നമ്മൾ മുന്നോട്ട് തന്നെ അങ്ങനെയാണ് നമ്മൾ കുളം എത്താനായി. ഇതാണ് കാട്ടാട്ടി കുളം എന്ന് പറയുന്നത്, നമ്മൾ വളാഞ്ചേരിയിലെ സ്വന്തം കുളം. അങ്ങനെ കുളത്തിലെത്തി ഒന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ 2 ചാട്ടൊക്കെ ചാടി കുളിച്ച് ഒന്ന് ഫ്രഷായി ഇതാ നേരെ വീട്ടിലോട്ട് ചോറുന്നാണ് എത്തി. ആരും ഇല്ലാത്തതുകൊണ്ട് പ്ലേറ്റ് എടുത്ത് നമ്മളിനെ ഉള്ളൂ, അതുകൊണ്ട് പ്ലേറ്റ് എടുത്ത് നേരെ ചോറുന്നാൽ പ്ലാനിങ്ങിലായി. അങ്ങനെ വരുന്ന വഴിക്കുന്ന് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാലട പായസം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം മേടിച്ചു, അതെല്ലാം ഒരു കപ്പിലേക്ക് ഒഴിച്ചു. തിന്നാൻ റെഡിയായിട്ട് നല്ല കുമ്പളങ്ങക്കറി ഉണ്ടായിരുന്നു. നല്ല കുമ്പളങ്ങക്കറി, നല്ല മീനുണ്ടായിരുന്നു. മീനും പായസവും കൂട്ടി അത് തിന്നാൻ വേണ്ടി മാത്രം ഓടി കഴിച്ച് വന്നതാണ്. അങ്ങനെ അതും നല്ല പായസം കേട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്താണ് പായസം. അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉറക്കം വരുന്നത്. ഒന്നും നോക്കിയില്ല, ഫുഡ് കഴിച്ച് ഉറങ്ങാനുള്ള പ്ലാനിങ്ങിലായി. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെക്കും ബൈ.